മറ്റൊരു വീടിനും അവകാശപ്പെടാനില്ലാത്തൊരു പ്രത്യേകത ഈ വീടിനുണ്ട് കേട്ടോ. എന്താണെന്നല്ല, ഗേറ്റ് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ആ പ്രത്യേകതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ പുന്നാര ചങ്ങായിമാരെ മുത്തുമണികളെ അസ്സലാമു അലൈക്കും. അതെ, ഗേറ്റ് തുറന്ന് മുമ്പോട്ടായിട്ട് നടന്നു കഴിഞ്ഞാൽ റൈറ്റിലും ലെഫ്റ്റിലും മതിൽക്കെട്ടുകൾ കണ്ടില്ലേ. റൈറ്റ് സൈഡിലാണെങ്കിൽ വിശാലമായിട്ട് കിടക്കുന്ന സ്പേസ്, അതുപോലെ തന്നെ ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത ഇൻ്റർലോക്കൊക്കെ പതിച്ച് അതിസുന്ദരമായിട്ട് കാണുന്ന ഒരു ഗ്രില്ലിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ. അതിൻ്റെ താഴ്ഭാഗത്ത് നോക്കി വിശാലമായിട്ട് നട്ടുപിടിപ്പിച്ച ചെടികൾ പല പല കളറിൽ പല പല സ്പേസിൽ. അതുപോലെ തന്നെ മുകളിലേക്ക് വരികയാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗണിൽ കുളിച്ച് നിൽക്കുന്ന ലൈറ്റുകൾ. താഴ്ഭാഗത്താണ് ശരിക്കും ഒരുപാട് പ്രത്യേകത എന്ന് പറഞ്ഞ് മറ്റൊന്നുമല്ല, മറ്റൊരു വീടിന് അവകാശപ്പെടാനില്ലാത്തൊരു പ്രത്യേകത ഇതിൻ്റെ കിണറാട്ടോ. ഒരുപാട് വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും നാച്ചുറലായിട്ടുള്ള കിണറുകളില്ല. അതുപോലെ തന്നെ പച്ചപ്പ് വിരിച്ച് ഉള്ളൊരു സ്ഥലത്ത് ഒരു അതിഗംഭീരമായിട്ട് ഡിസൈൻ ചെയ്തൊരു കിണറുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. കാരണം വിശാലമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. കാരണം വീടിൻ്റെ മുറ്റം തന്നെ നോക്കി ഒരുപാട് സ്പേസ് ഉണ്ട്. ഒരു ഫുട്ബോൾ കളിക്കാമെന്ന് ഞാൻ പറയുള്ളൂ, ഒരു വോളിബോളൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കളിക്കാനുള്ള സ്ഥലമുണ്ട്. കണ്ടില്ലേ, അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റുകളുടെ മുമ്പിലായിക്കാണ്. അതുപോലെ സ്റ്റോണാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത്. അതുപോലെ തന്നെ കിണറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് സ്പേസ് കിട്ടിയെന്നുള്ള, പിന്നെ പ്രകൃതിരഹണീയമായിട്ടുള്ള സ്ഥലം കൂടി. ഒരുപാട് ചൂടോ ഒരുപാട് തണുപ്പോ ഇവിടെ ഇല്ല എന്നുള്ളത്. കാരണം ക്ലൈമറ്റിൻ്റെ കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ടോ, പല സമയത്തും പല ക്ലൈമറ്റാണ്. അപ്പോൾ ബാക്ക് ഭാഗം കണ്ടില്ലേ, ഒരു പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നൊരു വീട് എന്ന് തന്നെ എടുത്ത് പറയാം. കാരണം അത്രക്ക് സുന്ദരമായിട്ടുള്ള ഒരു പ്രകൃതിക്ക് ഒരു ഇണങ്ങിച്ചേർന്നൊരു സ്ഥലത്താണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ബാൽക്കണി ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് വീടുകളിൽ നമ്മളെ സ്ത്രീകൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീടാണ്. കാരണം ഓൾക്ക് അലക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട്. പല വീടുകളിലും ഇങ്ങനെ ഒരു സ്പേസൊന്നും നമ്മൾ കാണില്ല. കണ്ടില്ലേ, എടുത്തു പറയാം. അതുപോലെ ബാൽക്കണി, അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഗ്രില്ലുകൾ, പിന്നെ അതുപോലെ തന്നെ കിച്ചണാണ് ശരിക്കും എന്ന് വെച്ചാൽ അതിമനോഹരമായിട്ടുള്ള ഡിസൈൻ ചെയ്ത കർട്ടനുകൾ. മൾട്ടിവുഡിൽ തന്നെ ഉള്ളൊരു കിച്ചണാണ്. അതായത് മൾട്ടിവുഡ് ആണ് അധികവും യൂസ് ചെയ്ത്, അതിൽ അക്കലൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ആർഭാടങ്ങളില്ലെങ്കിലും അത്യാവശ്യത്തിനുള്ള ഇൻറ്റീരിയർ വർക്കൊക്കെ കിച്ചണിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ക്ലയൻറ്റിന് പ്രത്യേകമായിട്ട് ഒരു നിർദ്ദേശം ഉണ്ടായെന്ന് വെച്ചാൽ അധികം ഇൻറ്റീരിയർ വർക്കൊന്നും ഇല്ല. കണ്ടില്ലേ, കിച്ചണൊക്കെ അത്യാവശ്യത്തിനുള്ള അത് തന്നെ ഈ വീടിൻ്റെ. അതുപോലെ മുകൾ ഭാഗത്ത് ഉള്ള ഫാനുണ്ട്, താഴ്ഭാഗത്ത് അതുപോലെ തന്നെ കർട്ടന്. ഇതൊക്കെ നല്ല ഭംഗിയോടുകൂടി തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നാണ് എടുത്ത് പറയേണ്ടത്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡൈനിങ് ഹാളിൽ കിടക്കില്ല. അതുപോലെ കർട്ടൺ കണ്ടില്ലേ, എന്ത് സുന്ദരമായിട്ട് ട്രിപ്പിൾ സൈഡ് കർട്ടൺ. അപ്പോൾ നേരത്തെ എടുത്ത് പറഞ്ഞത് ഡൈനിങ് ഹാളിലൊക്കെ കിടക്കുമ്പോൾ ഡൈനിങ് ഹാളിലാണ് ശരിക്കും മിററൊക്കെ അതിസുന്ദരമായിട്ടുള്ളൊരു മിററുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ല, അത്ര ലോങ് മിറർ വന്ന് മിററും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ പെയിൻറ്റും. പിന്നെ എല്ലാ വീടുകളിലും കണ്ടുവരുന്ന പോലെ ഒരു സ്റ്റെയർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയാൻ വെച്ചാൽ ഒരു പെയിൻറ്റിങ്ങിൽ കുറച്ച് കളറുകളൊക്കെ കൊടുത്തുള്ളൊരു പെയിൻ്റാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ശരിക്കും ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിലാണ് അത്ഭുതം തന്നെ. ഇതിൽ മറ്റൊരു ബെഡ്റൂമിൽ നമ്മൾ സാധാരണ നിലയ്ക്ക് കണ്ടുവരാറ്, അതായത് കുട്ടികളെ ഒരു ബെഡ്റൂം ശരിക്കും ഞെട്ടാൻ കാരണം വെച്ചാൽ ഒരു നെയ്സറി തന്നെയെന്ന് പറയാം. കാരണം പറയാം, പല പല കളറിൽ മഞ്ഞ, ചുവപ്പ്, കറുപ്പ്, വൈറ്റ്, അതുപോലെ തന്നെ ഓഫ് വൈറ്റ്, പല പല കളറിൽ ഡിസൈൻ ചെയ്തൊരു ചെറിയൊരു കുട്ടികളെ ബെഡ്റൂമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡ് കണ്ടില്ല, ഒരു അളിമാറയൊക്കെ തന്നെ അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെ. പിന്നെ ഇതുപോലെ തന്നെ താഴ്ഭാഗത്ത് തന്നെ മാർബിളൊക്കെ അതിസുന്ദരമായിട്ടുള്ളൊരു വീഡിയോ, നല്ല സുന്ദരമായിട്ടുള്ളൊരു മാർബിൾ തന്നെയാണ് ഇവിടെ. പിന്നെ കട്ടിലതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ക്ലയൻറ്റ് പിന്നീട് സെറ്റ് ചെയ്യുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കർട്ടനൊക്കെ ഈ റൂമിനോട് ഇണങ്ങിച്ചേർന്ന്, അതായത് മാച്ച് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു കർട്ടൻ തന്നെയാണ് ഇത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ വിട പറയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ വീഡിയോ കാണാം, ലൈക്ക് ബട്ടൺ അമർത്തി പരമാവധി